നെറ്റ്ഫ്ലിക്സിൽ പുതുതായി ഇറങ്ങിയ ബൈബിളിനെ അടിസ്ഥാനമാക്കിയുള്ള സിനിമയായ മേരിക്കെതിരെ വിമർശനങ്ങളാണിപ്പോൾ സിനിമാ മേഖലയിൽ വലിയ തോതിൽ ഉയരുന്നത്. ഓസ്കാർ ജേതാവ് ആന്റണി ഹോപ്കിൻസ് അടക്കം അണിനിരുന്ന മേരി എന്ന സിനിമ ഇന്ന് വിവാദ വിഷയമായിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ മേരിയുടെയും ഭർത്താവ് ജോസഫിന്റെയും കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് പ്രധാനമായും ഇസ്രയേൽ അഭിനേതാക്കളാണെന്നാണ് ഉയരുന്ന പ്രധാന വിമർശനം. മേരിയും ജോസഫും പുത്രനായ ജീസസും ബെത്ലഹേമിൽ ജനിച്ച ജൂതനും പാലസ്തീനുമാണെന്ന വർഷങ്ങളായുള്ള വാദത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വിമർശനങ്ങളെല്ലാം തന്നെ ഉയരുന്നത്. ഇസ്രയേൽ പാലസ്തീനിൽ നടത്തുന്ന ആക്രമണങ്ങൾക്കിടയിൽ പുറത്തുവന്ന സിനിമയിൽ പാലസ്തീനികളെന്ന് അവർ വിശ്വസിക്കുന്ന മേരിയെയും യേശുവിനെയും മറ്റും അവതരിപ്പിക്കാൻ ഇസ്രയേൽ അഭിനേതാക്കളെ തിരഞ്ഞെടുത്തതിന്റെ കാരണത്തെയും പലരും ചോദ്യം ചെയ്യുകയുണ്ടായി. നോയ കൊഹേൻ എന്ന ഇസ്രയേൽ നടിയാണ് മേരിയായി ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. ഗാസയിൽ ഇസ്രയേൽ സംഘർഷം നടക്കുന്ന സമയത്ത് ഇസ്രയേൽ നടിയെ മേരിയായി അഭിനയിപ്പിക്കുന്നത് വിവേകശൂന്യമാണെന്ന് വിമർശകർ ഉന്നയിക്കുന്ന പ്രധാന ആരോപണം. മാത്രമല്ല, സിനിമയിൽ അറബ് പ്രാതിനിധ്യം ഇല്ലാത്തതും വളരെയധികം വിമർശനങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. എന്നാൽ പാലസ്തീൻ അനുകൂലികൾക്ക് പുറമെ പല ക്രിസ്ത്യൻ ഗ്രൂപ്പുകളും വിമർശനവുമായി രംഗത്തെത്തുകയുണ്ടായി. ജോസഫുമായുള്ള മേരിയുടെ ബന്ധത്തെക്കുറിച്ച് കൃത്യതയില്ലെന്ന രീതിയിൽ പല ക്രിസ്ത്യൻ ഗ്രൂപ്പുകളും വിമർശനവുമായി രംഗത്തെത്തി. മേരി സിനിമ ചിത്രീകരിക്കുന്നതിന് മുമ്പ് ഇവരാരും ബൈബിൾ പരിശോധിച്ചിട്ടില്ലെന്നടക്കമുള്ള കടുത്ത വിമർശനങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചരിക്കുന്നത്. പക്ഷേ ഈ വിവാദങ്ങൾക്ക് പിന്നാലെ പ്രതികരണവുമായി സംവിധായകൻ DJ കറൂസോയും രംഗത്തെത്തുകയുണ്ടായി. ഇസ്രായേൽ അഭിനേതാക്കളെ തിരഞ്ഞെടുത്തത് ബോധപൂർവമായ പ്രക്രിയയാണെന്നായിരുന്നു അദ്ദേഹം നടത്തിയ പ്രധാന പ്രതികരണം. ആധികാരികത ഉറപ്പാക്കാൻ മേരിയെയും മറ്റ് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെയും ഇസ്രയേലിൽ നിന്നുള്ള അഭിനേതാക്കൾ അവതരിപ്പിക്കുകയാണെന്നാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നുവെന്നും അദ്ദേഹം മുന്നോട്ട് വെക്കുകയുണ്ടായി. പലപ്പോഴായി ചർച്ച ചെയ്യപ്പെടുകയും അതുപോലെ സംശയം നിലനിൽക്കുന്നതുമായ വിഷയമാണ് യേശു പാലസ്തീനാണോ എന്നത്. യേശു ജനിച്ചത് ബെത്ലഹേമിലാണെന്നതിൽ യാതൊരുവിധ തർക്കവുമില്ല. ബെത്ലഹേം നിലവിൽ പാലസ്തീനിലെ ഇസ്രയേൽ അധിനിവേശ വെസ്റ്റ് ബാങ്കിലാണ് പ്രധാനമായും സ്ഥിതി ചെയ്യുന്നത്. ജെറുസലേമിൽ നിന്ന് 10 കിലോമീറ്റർ അകലെയാണ് ഈ പ്രദേശം നിലനിൽക്കുന്നത്. അതുകൊണ്ട് ജിയോപൊളിറ്റിക്സ് പ്രകാരം യേശു പാലസ്തീനാണെന്ന് പറയുന്നവരും ഒരു വശത്തുണ്ട്. എന്നാൽ ഒരു രാഷ്ട്രീയ പ്രദേശമായി പാലസ്തീൻ നിലവിലില്ലാത്ത സമയത്ത് ജൂതനായി ജനിച്ച യേശു പാലസ്തീനിൽ അല്ലെന്ന് വാദിക്കുന്നവരും മറുവശത്ത് നിലനിൽക്കുന്നുണ്ട്. പുതിയ നിയമം അനുസരിച്ച് 4-6 BC മഹാനായ ഹെരോദിന്റെ കാലത്ത് ബെത്ലഹേമിലാണ് യേശു പ്രധാനമായും ജനിക്കുന്നത്. അന്ന് റോമക്കാർക്കിടയിൽ യഹൂദിയ എന്നറിയപ്പെടുന്ന സ്ഥലത്തായിരുന്നു ബെത്ലഹേം നിലനിന്നിരുന്നത്. ഈ പ്രദേശം പിന്നീട് ജൂതന്മാരുടേതായി മാറുകയായിരുന്നു. പുതിയ നിയമത്തിന് പുറമെ റോമൻ ചരിത്രകാരനായ ടാക്ടിസ് ആണ് ആദ്യമായി യേശുവിനെ ജൂതനെന്ന് പ്രധാനമായും പരാമർശിച്ചത്. ടൈബീരിയസിന്റെ ഭരണകാലം മുതൽ നെയ്റോയുടെ ഭരണകാലം വരെയുള്ള AD 1468 വരെയുള്ള റോമൻ സാമ്രാജ്യത്തിന്റെ ചരിത്രം പറയുന്ന അദ്ദേഹത്തിന്റെ അനൽസ് എന്ന പുസ്തകത്തിലായിരുന്നു അദ്ദേഹം ഈ പരാമർശം നടത്തിയത്. പാലസ്തീന്റെ ഭൂമിശാസ്ത്രപരമായ സ്വത്വം നിർണായകമായി മാറിയിരിക്കുകയാണിപ്പോൾ. ഇസ്രയേലിന്റെ രൂപീകരണം, അതായത് 1948 മുതൽ ഇങ്ങോട്ട് പാലസ്തീന്റെ പല ഭാഗങ്ങളും ഇസ്രയേലിന്റെ അധീനതയിലായിക്കൊണ്ടിരിക്കുകയാണ്. അതിനാൽ തന്നെ ഭൂമിശാസ്ത്രപരമായി ഇത്തരം വാദങ്ങൾ നിലവിൽ പ്രസക്തിയുണ്ടോ എന്ന ചോദ്യം ഉയർന്നു വരുന്ന ഒരു കാര്യമാണ്. നേരത്തെ പാലസ്തീൻ വിഷയങ്ങളുള്ള സിനിമകൾ കൂട്ടത്തോടെ ഒഴിവാക്കിയതിന്റെ പേരിൽ നെറ്റ്ഫ്ലിക്സിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങളാണ് ഉയർന്നു വന്നിരുന്നത്. പാലസ്തീനും ഇസ്രയേലും വിഷയമാവുന്ന 32 ഫീച്ചർ സിനിമകളും പാലസ്തീൻ സ്റ്റോറീസ് എന്ന വിഭാഗത്തിൽപ്പെട്ട 19 സിനിമകളുമാണ് നെറ്റ്ഫ്ലിക്സിൽ നിന്നും പ്രധാനമായും പിൻവലിച്ചിരുന്നത്. പാലസ്തീൻ സിനിമകൾ എന്തുകൊണ്ട് ഇത്തരത്തിൽ നീക്കം ചെയ്തെന്ന് വ്യക്തമാക്കണമെന്നാവശ്യപ്പെട്ട് നെറ്റ്ഫ്ലിക്സിന് ഫ്രീഡം ഫോർവേഡ് എന്ന സംഘടന കത്തയക്കുകയും ചെയ്യുകയുണ്ടായി. പാലസ്തീൻ സാമൂഹ്യ നീതി സംഘടനയായ കോഡ് പിങ്ക് പ്ലാറ്റ്ഫോമിനെതിരെ ശക്തമായ നിലപാടെടുത്തിരുന്നു. പ്രതിഷേധം ശക്തമായതോടെ 3 വർഷത്തെ ലൈസൻസിംഗ് കരാറിന്റെ ഭാഗമായിട്ടായിരുന്നു 2021 ഒക്ടോബറിൽ പാലസ്തീൻ സ്റ്റോറീസ് എന്ന പ്ലേലിസ്റ്റ് സിനിമകൾ ആരംഭിച്ചതെന്നും ലൈസൻസിന്റെ കാലാവധി കഴിഞ്ഞതോടെയാണ് സംരക്ഷണം അവസാനിപ്പിച്ചതെന്നുമായിരുന്നു നെറ്റ്ഫ്ലിക്സിന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം.